ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. കേരളത്തിന്റെ സ്വന്തം വൈൻ ബ്രാൻഡ് നിള ഉടൻ വിപണിയിലെത്തും. തൃശൂർ കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈനിന് ലേബൽ ലൈസൻസ് കൂടിയേ കിട്ടാനുള്ളൂ. വാഴപ്പഴം, പൈനാപ്പിൾ, കശുമാങ്ങ എന്നിവ ഉപയോഗിച്ചാണ് സർവകലാശാലയിൽ വൈൻ ഉണ്ടാക്കിയത്. 7 മാസം വേണ്ടി വന്നു. 1 മാസം പഴച്ചാർ പുളിപ്പിക്കുന്നതിനും 6 മാസം പാകപ്പെടുത്തുന്നതിനും. സർവകലാശാലയിൽ വിളയിച്ചതും കർഷകരിൽ നിന്ന് വാങ്ങുന്നതുമായ പഴങ്ങളാണ് ഉപയോഗിക്കുക. സംസ്ഥാനത്ത് വൈൻ ഉൽപ്പാദനത്തിന് 4 അപേക്ഷകളാണ് എക്സൈസിന് കിട്ടിയത്. ആദ്യ ലൈസൻസ് ലഭിച്ച കേരള കാർഷിക സർവകലാശാലയിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗമാണ് ഉൽപ്പാദനത്തിന് തുടക്കമിടുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യ ബാച്ചിൽ 500 കുപ്പി വൈനാണ് നിർമ്മിച്ചത്. ബിവറേജസ് കോർപ്പറേഷൻ വഴി വിൽപ്പനയ്ക്കാണ് ധാരണയെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ല. സംസ്ഥാനത്ത് നിലവിൽ വൈൻ നിർമ്മാണ യൂണിറ്റുകളില്ല. മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങൾക്കാണ് വൈൻ നയമുള്ളത്. പഴങ്ങളിൽ നിന്ന് വൈൻ ഉത്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് കാർഷിക സർവകലാശാലയ്ക്ക് നേരത്തെ പേറ്റന്റ് ലഭിച്ചിരുന്നു. പുതിയ ചട്ടമനുസരിച്ച് വൈൻ നിർമ്മാണ യൂണിറ്റുകൾക്ക് 3 വർഷത്തേക്കാണ് ലൈസൻസ്. 50,000 രൂപയാണ് വാർഷിക ഫീസ്. എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ചെയർമാനായി, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഇൻസ്പെക്ടർ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ അംഗങ്ങളായ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ലൈസൻസ് നൽകുക. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്.